ഹലോ, നമ്മളിനി അടുത്തത് നോക്കാൻ പോകുന്നത് സൊല്യൂഷൻസ് ഓഫ് ആൾജബ്രൈക് ആൻഡ് ട്രാൻസിഡന്റൽ ഇക്വേഷൻസ് ആണ് അടുത്ത നോക്കട്ടെ. അപ്പോൾ നമുക്ക് ax² + bx + c = 0 എന്ന് പറയുന്നത് ഒരു ആൾജബ്രൈക് ഇക്വേഷനാണ്. അങ്ങനത്തെ ഇക്വേഷന്റെ സാധാരണഗതിയിലാണെങ്കിൽ സെക്കൻഡ് ഓർഡർ പോളിനോമിയൽസ്, ഇതിനൊക്കെ പോളിനോമിയൽസ് എന്ന് പറയാം. സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ വരെയുള്ള പോളിനോമിയൽസിന്റെ ഒക്കെ നമുക്ക് റെഡിമെയ്ഡ് ഫോർമുല അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ a² + bx + c = 0 എന്നുള്ളതിന്റെ സൊല്യൂഷൻ ആണ് നമുക്കറിയാം. -b ± √b² - 4ac/2a ഉള്ള രണ്ട് സൊല്യൂഷൻസ്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ അതിന് രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാവും. തേർഡ് ഡിഗ്രി ആണെങ്കിൽ 3 സൊല്യൂഷൻസ് ഉണ്ടാവും. ഫോർത്ത് ഡിഗ്രി ആണെങ്കിൽ 4 സൊല്യൂഷൻസ് ഉണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ ആൾജബ്രൈക് ഇക്വേഷൻസിൽ അത് സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ വരെ ഉള്ളതിന് നമുക്ക് റെഡിമെയ്ഡ് ആൻസർ കിട്ടും, ഫോർമുല ഉണ്ടാവും. പക്ഷെ അതിന്റെ മുകളിലേക്ക് വരുമ്പോഴേക്ക് ഫോർത്ത് ഓർഡർ, ഫിഫ്ത്ത് ഓർഡർ ഡിഗ്രി, ഹയർ ഡിഗ്രീസ് വരുമ്പോൾ, അതുപോലെ ട്രാൻസിഡന്റൽ ഇക്വേഷൻസ് പറഞ്ഞാൽ ഈ പോളിനോമിയലിന് പകരം f(x) = 0 എന്നുള്ള ഇക്വേഷനിൽ f(x)ന്റെ ഇതില് പിന്നെ ഫംഗ്ഷനില് ട്രാൻസിഡന്റൽ ഫംഗ്ഷൻസ്, ട്രാൻസിഡന്റൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരും, ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് വരും, ലോഗരിതം, എക്സ്പോണൻഷ്യൽ, ഇൻവേഴ്സ് ഫംഗ്ഷൻസ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ട്രാൻസിഡന്റൽ ഫംഗ്ഷൻസ്. അത് ഉൾപ്പെടുന്ന ഫംഗ്ഷൻസിന്റെ പിന്നെ ഇങ്ങനെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഈ ഫോമിൽ f(x) = 0 എന്നുള്ള ട്രാൻസിഡന്റൽ ഫംഗ്ഷൻസ് ഉള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ അതിന് റെഡിമെയ്ഡ് ഫോർമുല ഒന്നും ഉണ്ടാവില്ല, ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അപ്പൊ നമുക്ക് അങ്ങനത്തെ കേസുകളിലൊക്കെ ചെയ്യാൻ ന്യൂമറിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഏറ്റവും വൈഡ്ലി ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ്സ് ആണ് ബൈസെക്ഷൻ മെത്തേഡ്, ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ അതിന്റെ സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയും. നമുക്ക് പഠിക്കാനുള്ളത് ബൈസെക്ഷൻ മെത്തേഡും ന്യൂട്ടൺ റാഫ്സന്റെ മെത്തേഡും. ഈ രണ്ട് മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ വേറെയും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ഇത് തന്നെ പല വിധത്തിൽ മോഡിഫൈ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകളുണ്ട്, ഇംപ്രൂവ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ബൈസെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അതിന് അഷ്വേർഡ് സൊല്യൂഷൻ ഉണ്ട്, പ്രൊവൈഡഡ് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്ന ഒരു പിന്നെ രണ്ട് ഗസ് വാല്യൂസ് കറക്റ്റ് ആണെങ്കിൽ അതിന് സൊല്യൂഷൻ ഉറപ്പായിട്ടും കിട്ടും. അതേസമയത്ത് ഇത് വളരെ കുറച്ച് സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്, കൂടുതൽ സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്. അതേസമയത്ത് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ആണെങ്കിൽ വളരെ ഫാസ്റ്റർ ആണ്, പക്ഷേ നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. നമ്മൾ തുടങ്ങുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡിസൈഡ് അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷനിലേക്ക് എത്തുന്നതിന് അഷ്വേർഡ് അല്ല. ഇതാണ് രണ്ട് മെത്തേഡ്സ് ഉള്ളത്. പക്ഷേ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഈസ് ഫേമസ് ആൻഡ് മോസ്റ്റ്ലി യൂസ്ഡ് മെത്തേഡാണ്. ബൈസെക്ഷൻ മെത്തേഡും അത് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഫംഗ്ഷനെ എന്താണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മൾ വരയ്ക്കുന്ന ഫംഗ്ഷനെ എക്സ് ആൻഡ് വൈ ആക്സിസിൽ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഇങ്ങനെ പോകുമെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് പോകുന്നതായിരിക്കാം. ഇത് എക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്, അല്ലെങ്കിൽ വൈയുടെ വാല്യൂ ഏത് വാല്യൂവിനാണോ എക്സിന്റെ വാല്യൂവിനാണോ 0 ആവുന്നത് ആ പോയിന്റ് ആണ് അതിന്റെ സൊല്യൂഷൻ. അപ്പൊ നമുക്ക് പിന്നെ അറിയാം, ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ x² - 25 = 0 എന്ന് പറഞ്ഞാൽ അതൊരു പാരാബോളയാവും. ഇങ്ങനെ ഉള്ള ഒരു പാരാബോള, അത് എക്സ് ആക്സിസിനെ രണ്ട് സ്ഥലത്ത് ടച്ച് ചെയ്യും, +5 -5. അപ്പൊ അതിന് രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്, +5 and -5. x² - 25 = 0 ആണെങ്കിൽ. അതുപോലെ x³ ആണെങ്കിൽ അത് 3 പ്രാവശ്യം കട്ട് ചെയ്യും, എക്സ് ആക്സിസിന് 3 പ്രാവശ്യം കട്ട് ചെയ്യും. അപ്പൊ അതായത് എക്സിന്റെ ക്യൂബ് ഇതാണെങ്കിൽ. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് എക്സ് ആക്സിസിനെ കട്ട് ചെയ്ത് പോകുന്ന പോയിന്റിന്റെ വലത്ത് ഭാഗത്ത് പോസിറ്റീവ്, ഈ ഭാഗത്ത് f(x) പോസിറ്റീവ് ആണ്. ഈ ഭാഗത്ത് f(x) പോസിറ്റീവ്, ഈ ഭാഗത്ത് f(x) നെഗറ്റീവ്, നെഗറ്റീവ് y ആക്സിസിന്റെ ഭാഗത്ത് കൂടെ ആവാം. അപ്പൊ ഈ ഭാഗത്ത് f(x) നെഗറ്റീവ്. അപ്പൊ നമുക്ക് പറയാം, ഈ f(x) = 0 എന്നുള്ളത് സൊല്യൂഷൻ ആണെങ്കിൽ
അതിന്റെ ഒരു ഭാഗത്ത് വലത്ത് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആ പോയിന്റിലൊക്കെ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എസ് പോസിറ്റീവ് അല്ലെങ്കിൽ തിരിച്ച് അതിന്റെ ഇടത്ത് ഭാഗത്ത് എഫ് ഓഫ് എക്സ് ഇസ് നെഗറ്റീവ്. അപ്പൊ ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ എഫ് ഓഫ് ഈ എക്സ് സീറോ ആണ് സൊല്യൂഷൻ എങ്കിൽ എഫ് ഓഫ് എക്സ് സീറോ ഇസ് ഇക്വൽ ടു സീറോ വരണം. ഇറ്റ് ഇസ് നോട്ട് ബട്ട് ഇറ്റ് ഇസ് മോസ്റ്റ് റിലയബിൾ മെത്തേഡാണ് ഞാൻ പറയാം. അത് അഷ്വേർഡ് ആയിട്ട് ഒരു ഇതിലേക്ക് കൺവേർജ് എന്നാ പറയാം, നമ്മളെ റൂട്ടിലേക്ക് കൺവേർജ് ചെയ്യും. If x0 is the root of an algebraic equation f of x0 is equal to 0, the graph of the function cuts the x-axis at x equal to 0, x0. In this method, we assume two guess values. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ x0ന്റെ അപ്പുറത്തും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ട് രണ്ട് എ എന്നും ബി എന്നും പറഞ്ഞിട്ടുള്ള രണ്ട് പോയിന്റുകൾ. ആ പോയിന്റിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു എഫ് ഓഫ് എ ഈസ് ഇവിടെ നെഗറ്റീവ് ആവണം, ഇവിടെ പോസിറ്റീവ് ആവണം. അപ്പോൾ എഫ് ഓഫ് എ പോസിറ്റീവ് ആൻഡ് എഫ് ഓഫ് അല്ലെങ്കിൽ എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി നെഗറ്റീവ്, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുക നെഗറ്റീവ്. എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി നെഗറ്റീവ് ആവുന്ന വിധത്തിലുള്ള ഒരു എയും ബിയും എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എഫ് ഓഫ് എ ഈസ് നെഗറ്റീവ്, എഫ് ഓഫ് ബി ഈസ് പോസിറ്റീവ്, എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി ഈസ് നെഗറ്റീവ് ഇവിടെ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എയുടെയും ബിയുടെയും കൂടി മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. ഈ പോയിന്റിൽ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എത്രയാണെന്ന് നോക്കും. എഫ് ഓഫ് എക്സ് നമുക്ക് ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇറ്റ് ഈസ് പോസിറ്റീവ്. വീണ്ടും നമ്മൾ എന്തെന്ന് വെച്ചാൽ എഫ് ഓഫ് ഈ പോയിന്റ് ഇൻറ്റു എഫ് ഓഫ് എ ഇത് ചെയ്ത് നോക്കുക. ഇത് നെഗറ്റീവ് ആണെങ്കിൽ സൊല്യൂഷൻ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ഇത് എഫ് ഓഫ് ഈ പോയിന്റിന്റെ ഫംഗ്ഷൻ വാല്യൂ ഈസ് പോസിറ്റീവ്, എയുടെ വാല്യൂ ഈസ് നെഗറ്റീവ്. അപ്പൊ നമുക്കറിയാം ഈ ഇതിന്റെ സൊല്യൂഷൻ ലൈസ് ബിറ്റ്വീൻ ദിസ് പോയിന്റ് ആൻഡ് ദിസ് പോയിന്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിനെ മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കാം. അപ്പൊ നമ്മുടെ പുതിയ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതും ഇതും. ഇനി നമ്മൾ വീണ്ടും ഇതിനെ ഹാഫ് ആക്കുന്നു, എ പ്ലസ് ബി ബൈ 2 കാണുന്നു. ആ പോയിന്റിൽ നിന്ന് പിന്നെ അവിടുത്തെ എഫ് ഓഫ് ബി കാണുന്നു, എഫ് ഓഫ് എ കാണുന്നു, അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി, എഫ് ഓഫ് ദാറ്റ് പോയിന്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ ബിനെ എങ്ങോട്ട് മാറ്റുന്നു, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എനെ എങ്ങോട്ട് മാറ്റുന്നു. ഇങ്ങനെ മാറ്റി 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 കൊണ്ടുവന്നിട്ട് നമ്മുടെ ലിമിറ്റ് കുറച്ച് കൊണ്ടുവന്നിട്ട് പതുക്കെ പതുക്കെ നമ്മുടെ ഈ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരും. അപ്പൊ അതിന് ചിലപ്പോൾ ഒരുപാട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു വാല്യൂവിനേക്കാൾ കുറവ് എഫ് ഓഫ് എയുടെ വാല്യൂ കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ നിർത്തും. അപ്പോൾ in this method we assume two guess values a and b such that a is less than b and f of a and f of b are opposite signs. If the guess values are correct, a and b are correct, f of a into f of b is less than 0, then the actual root lies between a and b. ഈ കേസിൽ പറഞ്ഞ പോലെ തന്നെ അടുത്തതായിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുക. ഇഫ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0, എ ഈസ് എ റൂട്ട്. അപ്പൊ നമുക്ക് ഇത് രണ്ടും നോക്കിയിട്ട് അതിന്റെ മിഡ് പോയിന്റ് x0 ആണെന്ന് വിചാരിക്കുക. എയുടെയും ബിയുടെയും മിഡ് പോയിന്റ് x0 ആണെങ്കിൽ എഫ് ഓഫ് x0 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആ വാല്യൂ നമ്മുടെ സൊല്യൂഷനാണ്, പിന്നെ വേറെ സെർച്ചിന്റെ ആവശ്യമില്ല. ഇഫ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0, then x of a is a root. If f of b is equal to 0, x is equal to b is a root. And if f of a is less than 0.00001, it is considered as 0. ഒരു വളരെ ചെറിയ ഒരു വാല്യൂവിനേക്കാൾ ചെറുതായി വരുമ്പോൾ അതിനെ നമ്മൾ സൊല്യൂഷൻ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ എഫ് ഓഫ് എയുടെ അബ്സൊല്യൂട്ട് വാല്യൂ ഇഫ് ലെസ് ദാൻ 0.0000000, അത് നമുക്ക് എത്ര ആക്യുറസി വേണമെന്നുള്ളത് വി ഹാവ് ടു ഡിസൈഡ് ആൻഡ് അത് ഇവിടെ നോക്കാം. അതിനേക്കാൾ കുറവായി വരികയാണെങ്കിൽ അത് സൊല്യൂഷനാണ്. അപ്പോഴെങ്കിൽ ഇനി എന്ത് ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന ഇഫ് ബോത്ത് എ ആൻഡ് ബി ആർ നോട്ട് റൂട്ട് ഓഫ് ദി ഇക്വേഷൻ വി ടേക്ക് x0 is equal to a plus b by 2, മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. ചെക്ക് വെദർ x0 ഈസ് എ റൂട്ട് ആസ് ബിഫോർ. ഈ x0 പുതിയ x0 ഇതിന്റെ റൂട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ if not f of x0 into f of b, ഇത് ഈ x0 എന്ന് പറഞ്ഞാൽ a plus b by 2, f of a plus b by 2 into f of b is checked for whether
positive or negative. If f of x0 into f of b is greater than 0, the root lies between x0 and a. Otherwise, between x0 and b. If f of x0 and into f of b is greater than 0, b is assigned the value of x0. b is equal to x0. Otherwise, a is assigned the value of x0. നമ്മളത് ആ പോയിന്റുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിട്ട് അവസാനം നമ്മുടെ ഡിസൈഡ് പിന്നെ എഫ് ഓഫ് എയുടെ വാല്യൂ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാൾ കുറവ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ആ ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് പറയാം. Then now x0 is found out by x0 again using the new values of a and b. The procedure is continued till we get the value of x0 such that f of x0 is less than e, where e is a small number such that approximately equal to 0.0001 or 0.00001, an acceptable error limit. ഇത് നമുക്ക് എത്രയാണോ പിന്നെ ഇതിന്റെ ആക്യുറസി ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഈ പോയിന്റ് ഈ ഇയുടെ വാല്യൂ ഡിസൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിലൊരു എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ ഫൈൻഡ് ദ റൂട്ട് ഓഫ് 2x² plus 3x minus 14 equal to 0 by bisection method. Assume that a is equal to 1 and b is equal to 4. F of a is equal to minus 9, f of b is equal to 30. F of a എന്ന് പറയുന്നത് 1 into 2 plus 3, 4, 2 plus 3, 5 minus 14 is equal to minus 9. 4 substitute ചെയ്താൽ 4 into 4 16 32 plus 12 44 minus 14 equal to 30. F of b is equal to 30. ഇവിടെ f of a and f of b നോക്കിക്കഴിഞ്ഞാൽ it is less than 0. That is ഇതിന്റെ root lies between 1 and 4 നമുക്ക് പറയാം. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ x0 is equal to 1 plus 4 by 2, 5 by 2 is equal to 2.5. ഇനി അതിന്റെ എഫ് ഓഫ് x0 കാണുന്നു. എഫ് ഓഫ് x0 is equal to f of 2.5 is equal to അത് ചെയ്താൽ കിട്ടുക 2.5 കിട്ടും. ഇവിടെ 2.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2.5 സ്ക്വയർ ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 2.5 മൈനസ് 40 is equal to 0 എന്ന് കൊടുക്കുക. അതിൽ അപ്പോൾ x0 is equal to f of x0 is equal to 2.5 എന്ന് കിട്ടും. സിൻസ് ഇനി നോക്കാം ഇത് പ്ലസ് f of x0 is equal to positive and f of a is equal to minus 9. Since f of x0 and f of x0 into f of b, 2.5 into 4 is equal to 30. This is positive. So, അപ്പോൾ എന്താ ഉണ്ടാവുക? b is replaced by x0. അപ്പോൾ നമ്മുടെ പുതിയ b is equal to 2.5 and a is equal to 1. അപ്പോൾ നമുക്ക് പറയാം a equal to 1.5നും അല്ല 1നും b is equal to 2.5നും ഇടയ്ക്കാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഒരു ഇറ്ററേഷൻ കഴിഞ്ഞു ഇവിടെ അടുത്ത ഇറ്ററേഷനിലേക്ക് പോവാണ്. അപ്പോൾ 1നും 2.5നും ഇടയ്ക്കാണ് പിന്നെ സൊല്യൂഷൻ എന്ന് നമുക്ക് കിട്ടി. സിൻസ് f of x0 into fb is greater than 0, b is replaced by 2.5. New values of a and b are a is equal to 1 and b is equal to 2.5. നമ്മൾ അടുത്ത രണ്ടാമത്തെ ഇറ്ററേഷനിലേക്ക് പോവാണ്. x0 is equal to a plus b by 2, 1 plus 2.5 by 2 is equal to 1.75. ഇത് വെച്ചിട്ട് f of x0 is equal to 1 f of 1.75 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2.625 എന്ന് കിട്ടും. ഇത് നെഗറ്റീവ് ആണ്. നമ്മുടെ f of a എന്ന് പറയുന്നത് ഇത് നെഗറ്റീവ് ആണ്. ഇതിന്റെ f of b പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ നമുക്ക് പറയാം ഇതിന്റെ സൊല്യൂഷൻ ലൈസ് ബിറ്റ്വീൻ 1.75 and 2.5. Since f of x0 into fb is less than 0, so a is equal to x0, that is a is equal to 1.75 and നമ്മൾ എയുടെ വാല്യൂ 1ൽ നിന്ന് 1.7ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ a is equal to 1.75 and b is equal to 2.5. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇറ്ററേഷൻ കഴിഞ്ഞപ്പോൾ എയും ബിയും. ഇത് ഇങ്ങനെ ചെയ്ത് അവസാനം നമ്മൾ a is equal to b equal to സം വാല്യൂയിൽ എത്തുന്നത് വരെ ഇങ്ങനെ പോകും. x0 is equal to 1.7. അടുത്ത മൂന്നാമത്തെ ഇറ്ററേഷൻ തുടങ്ങാം. 1.75 plus 2.5 by 2 is equal to 2.125. അതിന്റെ f of x0 കണ്ടുപിടിച്ചാൽ 1.4062. f of x0 into f of b is greater than 0, so b is equal to 2.125. അപ്പോൾ നമ്മുടെ പുതിയ വാല്യൂസ് a is equal to 1.75 and b is equal to 2.125 നമ്മുടെ ഫോർത്ത് ഇറ്ററേഷൻ ആണ്.
അടുത്ത നെക്സ്റ്റ് ഇറ്ററേഷൻ നോക്കുകയാണ് 1.9375 എത്തി ഇതിന്റെ മീൻ എടുക്കും. ഇങ്ങനെ ചെയ്ത് അവസാനം നമുക്ക് കുറെ 6, 7, 8 സ്റ്റെപ്പ് കഴിയുമ്പോഴേക്ക് നമുക്ക് ഒരു 1.9961 എന്നെത്തി. ഇവിടെ നമ്മൾ 8-മത്തെയോ 10-മത്തെയോ എത്തുമ്പോൾ നമ്മൾ ഇവിടെ നിർത്തുന്നു. ഇത് 1.9961 ആണ് ഇതിന്റെ വാല്യൂ എന്ന് അസ്യൂം ചെയ്യുന്നു. ഇതിന്റെ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ ഇമ്പോർട്ട് സിസ്. ഇത് നമ്മൾ ചില സ്പെസിഫിക് ബ്രേക്ക് ചില സ്പെസിഫിക് ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തുമ്പോൾ പറയാം. അതിന് വേണ്ടിയിട്ടാണ് ഈ സിസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ട്രാൻസിഡന്റൽ അല്ലെങ്കിൽ അൾജബ്രൈക് ഇക്വേഷൻ ഇവിടെ കൊടുക്കുകയാണ്. y def f of x ഡിഫൈൻ ചെയ്യുന്നു. y 2x² + 3x - 14 റിട്ടേൺ y. ഇനി നമ്മൾ എന്താണ് നമ്മുടെ ഗസ് വാല്യൂവില് ലോവർ വാല്യൂ എൻ്റർ ചെയ്യുന്നു, അപ്പർ വാല്യൂ എൻ്റർ ചെയ്യാൻ പറയുന്നു. ഇനി നോക്കുകയാണ് നമുക്ക് y. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇഫ് f of a and f of b into f of b is less than 0 or greater than 0 ആണ് നോക്കുക. f of a into f of b is greater than 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കൊരു നല്ല ഗസ് വാല്യൂ കിട്ടുന്നത് വരെ ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് ഗസ് വാല്യൂസ് ആർ നോട്ട് പ്രോപ്പർ. അപ്പോൾ പുതിയ ഗസ് വാല്യൂ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇത് എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി ഈസ് ലെസ് ദാൻ 0 ആയി കഴിഞ്ഞാൽ മാത്രമേ ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മളതിൻ്റെ ചെക്ക് ചെയ്തിട്ട് നല്ല ഒരു സെറ്റ് എ ആൻഡ് ബിയുടെ വാല്യൂ നമ്മൾ കിട്ടുന്നു. ഇനി നമ്മൾ അസ്യൂം ചെയ്യണം നമുക്കൊരു എറർ ഏത് വാല്യൂ എഫ് ഓഫ് എയുടെ വാല്യൂ അല്ലെങ്കിൽ എഫ് ഓഫ് x0ൻ്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നമ്മുടെ ഇറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്യുകയും നമുക്ക് സൊല്യൂഷനിലേക്ക് എത്തുകയും ചെയ്യാം. അപ്പോൾ ആ വാല്യൂ നമ്മൾ ആദ്യം തന്നെ ഇവിടെ കൊടുക്കുന്നു. 0.01 അല്ലെങ്കിൽ 0.001, 0.00001 എത്ര ആക്യുറസി വേണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് അത് ഇവിടെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ അടുത്തത് നോക്കുകയാണ്. ഇഫ് absolute value of f of a is less than നമ്മൾ ഇവിടെ കൊടുത്ത എറർ വാല്യൂ a is a root. print root is equal to a. ഇവിടെ വെച്ച് നമ്മൾ നമ്മുടെ ഈ പ്രോഗ്രാം എക്സിറ്റ് ചെയ്യുന്ന ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ചെക്ക് ചെയ്യാണ്. ഇഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് ബി ഈസ് ലെസ് ദാൻ എറർ ലിമിറ്റ് പ്രിന്റ് ദ റൂട്ട് ഈസ് ബി. അവിടെ വെച്ച് നമ്മൾ ഇതും നമ്മുടെ സൊല്യൂഷൻ കിട്ടി. നമ്മൾ ഇവിടെ sys.exit. ഈ sys.exit എന്നുള്ളത് കിട്ടാനാണ് നമ്മളിവിടെ ഇമ്പോർട്ട് സിസ് കൊടുക്കുന്നത്. എക്സിറ്റ് ചെയ്യാൻ, അതായത് ഈ പ്രോഗ്രാം നിർത്തി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. x0 അടുത്തത് ഇതൊക്കെ അങ്ങനെ വന്ന് എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി ആർ നോട്ട് റൂട്ട്സ് ആൻഡ് എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. x0 a + b/2. ഇഫ് ഇനി വീണ്ടും ചെക്ക് ചെയ്യുക. ഇഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് x0 ഈസ് ലെസ് ദാൻ എറർ പ്രിന്റ് ദ റൂട്ട് ആണ്. വൈൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് x0 ഈസ് ഗ്രേറ്റർ ദാൻ അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ചെക്ക് ചെയ്യുക. നമുക്ക് പിന്നെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് x0 ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാൾ സ്മോളർ ആവുന്നത് വരെ നമ്മൾ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇഫ് എഫ് ഓഫ് x0 ഇൻറ്റു എഫ് ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ 0, ബി ഈസ് ഈക്വൽ ടു x0, എൽസ് എ ഈസ് ഈക്വൽ ടു x0. നമ്മൾ അപ്പോൾ ലിമിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. വീണ്ടും ഈ പ്രോസസ് x0 ഈസ് ഈക്വൽ ടു a + b/2. ഇഫ് അബ്സല്യൂട്ട് വാല്യൂ വീണ്ടും ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇഫ് അബ്സല്യൂട്ട് ഇത് ഇവിടെ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ റൂട്ട് ഇവിടെ കിട്ടും. ഇത് കുറച്ച് വലിയൊരു പ്രോഗ്രാമാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാമിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു പ്രോഗ്രാം. അതല്ലാതെ അവിടെ ഈ പ്രോഗ്രാം നമുക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ ഈ രണ്ടാമത്തെ മെത്തേഡ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡും കൂടി പറഞ്ഞിട്ട് പോകാം. ഇത് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് ഇസ് മോർ ആക്യുറേറ്റ്, is an accurate method to improve the approximate root obtained by some other methods which is not so accurate. നമ്മൾ ആക്യുറസി കുറവുള്ള ഏതെങ്കിലും ഒരു മെത്തേഡിൽ നമ്മൾ ഒരു സൊല്യൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ പ്രോഗ്രാം ഒക്കെ ആയിരിക്കാം, വലിയ ഇക്വേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ കണ്ടെത്തിയതിന് ശേഷം അവിടെ നിന്ന് വളരെ ഫാസ്റ്റായിട്ട് ആക്യുറേറ്റ് വാല്യൂയിലേക്ക് എത്താനുള്ള ഒരു ആക്യുറേറ്റ് മെത്തേഡാണ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് എന്ന് പറയുന്നത്. ലെറ്റ് x0 be the approximate
നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ രണ്ട് ഗസ് വാല്യൂ ആവശ്യമില്ല, ഒരു ഗസ് വാല്യൂ വേണ്ടു. അപ്പോൾ നമ്മൾ x0ന്റെ അടുത്ത് x0 be approximate or guessed root of equation f of x equal to 0. Then നമുക്ക് അറിയാം f of x0 is equal to 0 ആണെങ്കിൽ അതിന്റെ റൂട്ടാണ്. Then the correct root നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ f of x1 is equal to x0 plus h എന്ന് എടുക്കുന്നു. So that f of x1 is equal to 0 where h is the correction. അപ്പോൾ f of x0 plus h is equal to 0 ഇതിനെ നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷനിൽ എടുക്കുകയാണെങ്കിൽ f of x0 plus h is equal to f of x0 plus h equal to f of x0 plus h into f prime of x0 plus h square by 2 factorial f double prime of x0 plus etc equal to 0 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഇതിന്റെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിന്റെ ഹയർ ടേംസ് ഒക്കെ നെഗ്ലക്ട് ചെയ്യും. ഹയർ ടേംസ് ഒക്കെ നെഗ്ലക്ട് ചെയ്തതിന് ശേഷം ഈ രണ്ട് ടേംസ് മാത്രം എടുക്കുന്നു. അപ്പോൾ f of x0 plus h into f prime of x0 is equal to 0. നമുക്ക് ഇതൊന്ന് എഴുതാം. h is equal to f of x0 by f prime of x0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ x0ലേക്ക് ഈ hന്റെ വാല്യൂ ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ പുതിയ പോയിന്റിലെ വീണ്ടും ഇതുപോലെ f of x0 plus h by f of x0 plus h f prime of x0 plus h ഇതെടുത്ത് ആദ്യ പുതിയ വാല്യൂ കാണുന്നു. അങ്ങനെ മുന്നോട്ട് പോകും. So that the approximate root x0 converted into a better root x1 by x1 is equal to x0 plus h. x1 is equal to x0 minus f of x0 by f prime of x0. ഇനി ഈ x1 may not be the accurate root. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ x2 is equal to x1 minus f of x1 by f prime of x1. ഇങ്ങനെ നമ്മൾ പല സ്റ്റെപ്പുകൾ ചെയ്യുമ്പോൾ നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തും. അപ്പോൾ ഇതിൽ ഈ മെത്തേഡും ഇതും ഒരു ഡിസൈഡ് ആക്യുറസി എത്തുമ്പോൾ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാവുന്ന. ഇതിന് നമുക്ക് x³ minus 12 is equal to 0 എന്നുള്ളതിന്റെ നമുക്കറിയാം. x³ എത്രയാണ്? ക്യൂബ് റൂട്ട് ഓഫ് 12 ആണ് നമ്മുടെ സൊല്യൂഷൻ കിട്ടുക. ഈ ക്യൂബ് റൂട്ട് ഓഫ് 12ന്റെ സൊല്യൂഷൻ അത് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിത് ഈ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻ f of y of x, y is equal to x³ minus 12 return by. അത് മാത്രം പോരാ, നമുക്ക് എന്ത് വേണം? f of x വേണം, f prime of x1 വേണം, f prime. അപ്പോൾ നമ്മൾ അടുത്തത് y1 of x നെ നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഡിഫൈൻ ചെയ്യുക. 3x², ഇതിന്റെ ഡെറിവേറ്റീവ് 3x², ഇത് 0 റിട്ടേൺ y1. അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണ് x is equal to float input. നമ്മൾ എറർ വാല്യൂ എത്രയാവാം എന്ന് നോക്കുന്നു. while absolute value of y of x is greater than പോയിന്റ്, നമ്മുടെ എറർ നേരത്തെ ചെയ്ത പോലെ ഒരു എറർ വാല്യൂ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. x equal to x minus y of x by y1 of x. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഞാൻ വിട്ടുപോയതാണ്, ഒരു കോളൻ വേണം. വൈൽ കഴിയുമ്പോൾ ഒരു കോളൻ വേണം, അത് തെറ്റിപ്പോയതാണ്. അപ്പൊ ഇതിന്റെ വാല്യൂ y of x-ന്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വാല്യൂവിനേക്കാൾ ചെറുതായി വരുമ്പോൾ ഈ കണ്ടീഷൻ ബ്രേക്ക് ആവും. അപ്പൊ നമുക്ക് അവിടുത്തെ നമ്മളെ സൊല്യൂഷൻ ഇവിടെ കിട്ടും. അതിന്റെ തൊട്ട് മുമ്പ് ചെയ്ത് വെച്ചാൽ x വാല്യൂ നമുക്ക് സൊല്യൂഷൻ ആയിട്ട് കിട്ടും. ഇത്രയാണ് നമ്മുടെ ന്യൂമറിക്കൽ സൊല്യൂഷൻ. ഇത് നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് നോക്കാം. അതിൽ ബൈസെക്ഷൻ മെത്തേഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാം ഫ്രം മാത്ത് ഇമ്പോർട്ട് സീസ് ഡെഫ് f of x. നമുക്കൊരു കാര്യം x² minus 25 is equal to 0 എന്നുള്ളതാണ് നമ്മുടെ സൊല്യൂഷൻ ഇക്വേഷൻ. x² minus 25 നമുക്കറിയാം ഇതിന്റെ സൊല്യൂഷൻ ഈസ് +5 or -5 ആണ് ഇതിന്റെ സൊല്യൂഷൻ. അപ്പോൾ അതിന്റെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഗസ് വാല്യൂ ലോവർ ലിമിറ്റ് ആൻഡ് ഗസ് വാല്യൂ അപ്പർ ലിമിറ്റ് നോക്കുന്നു. പിന്നെ ഇത് കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു കൗണ്ട് എന്ന് പറയുന്നത് ഇത് കാര്യമില്ല. while f of a into f of b is greater than 0, നമ്മൾ പറഞ്ഞ പോലെ അത് വീണ്ടും ഇവിടെ ചെക്ക് ചെയ്ത് f of a into f of b is less than 0 വന്നു കഴിഞ്ഞാൽ മാത്രമേ മുമ്പോട്ട് പോകുള്ളൂ. പിന്നെ നമ്മൾ ഒരു എറർ വാല്യൂ ഡിഫൈൻ ചെയ്യുന്നു, ലിമിറ്റ്. if absolute value of f of a is less than error, അത് a is a root.
If absolute value of f of b is less than error, it is a solution. ഇനി x0 is equal to a plus b by 2. If absolute value of f of x0 is less than error value, അവിടെ റൂട്ട് കണ്ടു കഴിഞ്ഞു. While absolute value of x0 f of x0 greater than error value. അപ്പോൾ നമ്മളിവിടെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൗണ്ട് കൊടുക്കുന്നുണ്ട്. If f of x0 into f of b is greater than 0, b is equal to x0, else a is equal to x0. x0 is equal to a plus b by 2. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. If absolute value of f of x0 is less than or equal to error value, print പിന്നെ എത്ര കൗണ്ട് എടുത്തു എന്നും അതിലെ സൊല്യൂഷൻ എത്രയെന്നും പ്രിന്റ് ചെയ്യാം. ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് നമുക്കറിയാം എക്സിന്റെ എക്സ് സ്ക്വയർ മൈനസ് 25 ആണ്. x is equal to plus 5 or x is equal to minus 5. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റർ ലോവർ ലിമിറ്റ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ x equal to 5 ആണ് നമ്മുടെ സൊല്യൂഷൻ കിട്ടേണ്ടതെന്ന് വിചാരിക്കാം. നമുക്ക് എടുക്കാം -5നേക്കാൾ ആ -5ന്റെ അടുത്ത് പോയത് അതിനേക്കാൾ കൂടിയ ഒരു വാല്യൂ, ഒരു -2 കൊടുക്കാം. പിന്നെ +5ന്റെ മുകളിലുള്ളൊരു വാല്യൂ 10 കൊടുക്കാം. ഒരു എറർ ലിമിറ്റ്, ഇത്രയും എറർ ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ നോക്കൂ, ഇത് നമുക്ക് കിട്ടിയ ആൻസർ എത്ര ഇത് ഉപയോഗിച്ചു. നമ്പർ ഓഫ് 38 ഇറ്ററേഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് 5 × 5.00007276. ഇത് വീണ്ടും നമ്മുടെ എറർ ലിമിറ്റ് വീണ്ടും കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇറ്ററേഷൻസ് വരും, കൂടുതൽ ആക്യുറസി ഉള്ള റിസൾട്ട് കിട്ടും. അപ്പൊ ഇതിങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം. -5 a equal to 4n, ആദ്യത്തെ വാല്യൂ -2 and 10 ആയിരുന്നു. അവിടുന്ന് 10 2 12 by 10 -2 +8 by 2 4. അപ്പോൾ 4a equal to 4 ആയി. 4നും 10നും ഇടയ്ക്കായി. അപ്പോൾ x0 equal to 7 എടുത്തു. അപ്പോൾ നമ്മൾ അടുത്തത് എന്ത് ചെയ്തു? 4ഉം 10ഉം 4 14 by 2 7. 4നും 7നും ഇടയ്ക്കായി. അടുത്തത് 4നും 5നും ഇടയ്ക്കാന്ന് പഠിച്ചു. പിന്നെ 4ന് 7.75നും 5.5നും ഇടയ്ക്കായി. പിന്നെ അങ്ങനെ പോയി നമ്മൾ ഡിസൈഡ് വാല്യൂവിലേക്ക് എത്തുകയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ഇക്വേഷൻ, ഇത് y is equal to 2x square plus 3x minus 14 equal to 0. ഇതിന്റെ സൊല്യൂഷൻ നോക്കാം. ഇതിന്റെ സൊല്യൂഷൻ ഏകദേശം അപ്രോക്സിമേറ്റ്ലി വരുന്നത് 1ന്റെ അടുത്താണ്. അപ്പോൾ നമുക്കൊരു 0 അല്ല 2ന്റെ അടുത്താണ് വരിക. ആൻഡ് 100 എടുക്കാം. എറർ ലിമിറ്റ് വലിയ എറർ ലിമിറ്റ് എടുത്തു. അപ്പൊ നോക്കൂ, ഇവിടെ 50 ഇറ്ററേഷൻസ് കഴിയുമ്പോൾ നമുക്ക് 2ന്റെ അടുത്ത് കിട്ടുന്ന ഇക്വേഷൻ 2 എന്ന് പറഞ്ഞിട്ട് 50 നമ്മളെ എറർ ലിമിറ്റ് ഇനിയും കുറച്ചാൽ ഇനിയും ഇത് 2ലേക്ക് ആവും പിന്നെ കുറയാം. ഇതിങ്ങനെ കുറഞ്ഞു ഇതിന്റെ വാല്യൂ കുറഞ്ഞു വന്നിട്ട് 2ലേക്ക് എത്തുന്നു. ഇനി ഇത് സെയിം തിങ് നമുക്ക് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ, ഇത് നമ്മൾ പറഞ്ഞു, ഇതിന് നമുക്ക് 50 ആദ്യത്തേൽ 38, രണ്ടാമത്തേൽ 50 ഇറ്ററേഷനാണ് കിട്ടിയത്. ഇതിൽ നമുക്ക് ഈ y is equal to x square minus 25, ഇതിന്റെ സൊല്യൂഷൻ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിൽ നമുക്ക് ഒരു സൊല്യൂഷൻ ആവശ്യമുള്ളൂ. നമുക്കറിയാം +5ന്റെ അടുത്താണ്, നമുക്ക് 100 കൊടുക്കാം. സൊല്യൂഷൻ ഈസ് 5. അതിന് നമ്മൾ എടുത്തത് 65 സൊല്യൂഷൻസ് എടുത്തു. അതിന്റെ എറർ ലിമിറ്റ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് 0. ഇത് ഇൻപുട്ട് ആയിട്ടല്ല, ഇതിൽ ഇക്വേഷനിൽ ഞാൻ കൊടുത്തേക്കാം 0.06. ഈ വാല്യൂ ആണ് നമ്മുടെ എറർ ലിമിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് തന്നെ, അപ്പൊ 65 ഇറ്ററേഷന് ശേഷം നമുക്ക് അതിന് സൊല്യൂഷൻ കിട്ടി. y is equal to 2x square plus 3x minus 14 equal to 0. ഇതിന്റെ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഒരു ഗസ് വാല്യൂ നമുക്കറിയാം 2 ആണ് അതിന്റെ വാല്യൂ. നമുക്കൊരു 10 എന്നെടുത്ത് നോക്കാം. ഇത് 6 സ്റ്റെപ്പിനകത്ത് നമുക്ക് ഇവിടെ എത്തി. വെറും 6 സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ 2ലെത്തി. മറ്റേത് നമ്മളെ പിന്നെ ബൈസെക്ഷൻ മെത്തേഡിൽ അത് 38 സ്റ്റെപ്പായിരുന്നുണ്ട്. ഇത് 38 സ്റ്റെപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്.
52 സ്റ്റെപ്പ് അങ്ങനെ. അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ നമുക്ക് ഈ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പ്രോഗ്രാമും ഇതും ആണ്. ഇനി അടുത്തത് നമുക്കുള്ളത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷനാണ്. അപ്പോൾ ഈ പിന്നെ ഇത് ബൈസെക്ഷൻ മെത്തേഡ് ആൻഡ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്, ഇക്വേഷൻസ് ഓഫ് ട്രാൻസിഡന്റൽ ഇക്വേഷൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ.